സന്ദീപ് 12,000 കോടി രൂപയുടെ പാക്കേജ് ആയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ 3 ഘട്ടങ്ങളിലായി. ബജറ്റിൽ വിലയിരുത്തിയത് 225 കോടി, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തത് 47 കോടി. 12,000 കോടിയിൽ നിന്ന് ആകെ ഇടുക്കിക്ക് ലഭിച്ചത് 50 കോടിയിൽ താഴെ. അതല്ലേ കണക്ക്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കൃത്യമായ കണക്കാണ് അങ്ങം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇടുക്കി കഴിഞ്ഞ 2018 ഏറ്റവും കൂടുതൽ പ്രളയം നേരിട്ട ഒരു ജില്ലയാണ് ഇടുക്കി. ആ ബഡ്ജറ്റിൽ ഇടുക്കിക്ക് പ്രത്യേകിച്ച് പാക്കേജോ ഇല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഉണ്ടായില്ല. അന്ന് മന്ത്രിസഭയിൽ അംഗമായിരുന്ന എം എം മണി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ഇടുക്കി ജില്ലയിൽ പ്രതിഷേധമുയരുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ തോമസ് ഐസക് 5,000 കോടി രൂപയുടെ ഇടുക്കി പ്രത്യേക പാക്കേജും പിന്നീട് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1,000 കോടി രൂപ കൂടുതലും അനുവദിക്കും. അങ്ങനെ 6,000 രൂപ. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇടുക്കി ജില്ലയിലേക്ക് നേരിട്ടെത്തുകയും കട്ടപ്പനയിൽ വെച്ച് 12,000 കോടി രൂപയുടെ മറ്റൊരു പാക്കേജ് പ്രഖ്യാപിച്ച് പോകുന്നത്. അങ്ങനെ 18,000 കോടി രൂപ ആകെ ഇടുക്കി പാക്കേജായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ 3 ബഡ്ജറ്റുകളിലായി 75,000 കോടി വെച്ച് 225 കോടി രൂപ ആകെ വകയിരുത്തുന്നത്. ഇതിലാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന പദ്ധതികൾ എന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ നാമമാത്രമായതാണ്. കഴിഞ്ഞ വർഷം ഭരണാനുമതി ലഭിച്ചത് 5 പദ്ധതികൾക്കും ഇത്തവണ ലഭിച്ചിരിക്കുന്നത് 3 പദ്ധതികൾക്കും. അങ്ങനെ 8 പദ്ധതികൾക്കായി 47 കോടി 3 ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന ഒരു ആരോപണമായി പറയുവാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ ചോദ്യത്തിന് പി ജെ ജോസഫ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്ന കണക്കുകളിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ കടുത്ത പ്രതിസന്ധി നേരിട്ടു പോകുന്ന കാർഷിക മേഖല, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം, അടിസ്ഥാന വികസനങ്ങൾ, റോഡ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇടുക്കി പാക്കേജ് എങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി അംഗീകാരം നൽകിയിരിക്കുന്നതിലൊന്നും ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ ഇടുക്കിയിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല, കാര്യമായി മാറ്റിവെക്കപ്പെട്ടിട്ടില്ല ഈ 47 കോടിയിലും എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണന നേരിടുകയാണ്. റിപ്പോർട്ട് കൂടി വന്നപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. വയനാടിന്റെ കാര്യത്തിൽ, കുട്ടനാടിന്റെ കാര്യത്തിൽ, ഇടുക്കിയുടെ കാര്യത്തിൽ പാക്കേജുകളോട് പാക്കേജാണ്. പക്ഷെ പാക്കേജ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് പാക്കറ്റിൽ ഇരിക്കുന്ന സാധനം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. 18,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കുക, 50 കോടിയിൽ താഴെ മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് അനുമതി കൊടുക്കുക, ആകെ ബഡ്ജറ്റിൽ 225 കോടി വിലയിരുത്തുക. ആരെ കളിപ്പിക്കാനാണ് ഇത്? എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം?